പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ പരിപാലിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 18-ാം സങ്കീർത്തനം 3-ാം വാക്യം. സാംസ് 18 വേഴ്സ് 3 നാം ഇങ്ങനെ വായിക്കുന്നു: സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ദാവീദിന്റെ അതിമനോഹരമായ ഒരു പ്രാർത്ഥനാ സ്തോത്രഗീതമാണ് 18-ാം സങ്കീർത്തനം. ഏകദേശം 50 വാക്യങ്ങൾ അടങ്ങിയ ഈ അല്പം ദൈർഘ്യമുള്ള സങ്കീർത്തനം ദാവീദിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഘട്ടത്തിൽ ദൈവത്തിന് നന്ദിയോടെ പാടി വാഴ്ത്തിയ സ്തുതിഗീതമാണ്. ദൈവത്തിന് ദാസനായ ദാവീദിനെ തന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, പ്രത്യേകിച്ച് തന്നെ കൊല്ലുവാനായി തക്കം പാർത്ത ശൗലിന്റെ കയ്യിൽ നിന്നും തമ്പുരാൻ വിടുവിച്ചപ്പോൾ ദൈവത്തിന് തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ കൂടെ കടന്നുപോയ അനുഭവങ്ങളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം പാടിയ സങ്കീർത്തനം. തുടങ്ങുന്നത് തന്നെ ഈ ദൈവം ദാവീദിന് ആരാണ്? എന്റെ ശൈലമാണ്, സങ്കേതമാണ്, രക്ഷകനാണ്. അങ്ങനെ താൻ കഴിഞ്ഞനാളിൽ കടന്നുപോയ അവസ്ഥകളിൽ ഏതെല്ലാം നിലകളിൽ ദൈവം ദാവീദിനെ പരിപാലിച്ചോ, ദൈവം തനിക്ക് എന്തൊക്കെയായി അനുഭവിക്കുവാനിടയായോ അതെല്ലാം പറഞ്ഞ് നന്ദി കരേറ്റിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ 3-ാം വാക്യത്തിൽ പറയുകയാണ്: സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. അതെ, അവൻ എൻ്റെ അപേക്ഷ കേട്ട് എന്നെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ മനുഷ്യന് ആരോട് പ്രാർത്ഥിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ക്രൈസ്തവ ലോകത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഇന്ന് കുട്ടി ദൈവങ്ങളുടെ, ആൾ ദൈവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഒരു നാട്ടുഭാഷയുണ്ട്, വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന്. അതിന്ന് ക്രൈസ്തവ ലോകത്തെ നിർഭാഗ്യവശാൽ സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രവാചകരാ, എല്ലാവരും വിലപ്പെട്ട ദാസന്മാരാ, എല്ലാവരും അപ്പോസ്തോലന്മാരാ, എല്ലാവരും വിടുതലിന് ശുശ്രൂഷ നയിക്കുന്നവരും ശാപം മുറിക്കുന്നവരും, ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനേക്കാൾ വളർന്നു ഉയർന്നും നിൽക്കുന്നവരായി മാറിയിരിക്കുക. അതുകൊണ്ട് ഇന്ന് ആരോട് പ്രാർത്ഥിക്കണം, എവിടെ പോണം, എവിടെ പോയാൽ വിടുതൽ കിട്ടും, ഇങ്ങനെയുള്ള ഒരു സംശയത്തിന്റെ മുൾമുനയിലാണ് ക്രൈസ്തവ ലോകം. വിടുതൽ ആഗ്രഹിച്ച മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. അതനുസരിച്ച് ഈ മാർക്കറ്റിംഗ് തന്ത്രം വളരുകയും പ്രചരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദാവീദ് പറയുകയാണ്, എനിക്ക് സ്തുത്യനായ, സ്തുതിക്കുവാൻ യോഗ്യനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കും, ആ ദൈവം എന്നെ വിടുവിക്കുകയും ചെയ്യും. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയത്തിന് വിടുതലിനു വേണ്ടി
മകന്റെ, മകളുടെ, കുടുംബത്തിന്റെ, ജോലിയുടെ, ആരോഗ്യത്തിന്റെ, പണത്തിന്റെ, നിയമപ്രശ്നത്തിന്റെ, ആത്മീയതയുടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ചില നാളുകളായി കാത്തിരിക്കുന്ന വിഷയവുമായി എങ്ങും പോകണ്ട. ആരുടെ മുമ്പിൽ പോയി മുട്ടുമടക്കണ്ട. നിങ്ങൾ വചനം പറയുന്നത് പോലെ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് ഹൃദയം തുറന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തേ, ഒന്ന് ഇറക്കി വെച്ചേ. നിശ്ചയമായും നമ്മുടെ പിതാക്കന്മാർക്കും വിടുതൽ കൊടുത്ത ദൈവം നമുക്കും വിടുതൽ തരുവാൻ മതിയായവനാ. അതെ, ദാവീദ് പറയുകയാണ്, എന്നെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമ്മെ ഏത് ആപത്തിൽ നിന്നും ഏത് പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇത് ദാവീദ് ഒരു രാജാവിന്റെ മേലങ്കി ധരിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. രാജാവാകുന്നതിന് മുൻപേ ഒരാട്ടിടെ ചെറുക്കനായി ശൗൽ രാജാവിന്റെ മുൻപിൽ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ പിതാവിന്റെ ഉപദേശം കേട്ടുകൊണ്ട് വന്ന ഒരു കാലയളവ് മറക്കരുത്. പറയുന്നുണ്ട്, എന്റെ ആടുകളെ പിടിച്ച് തിന്നുവാനായി കാടിന്റെ രാജനായ സിംഹം വന്നു, ഞാനതിനെ പറിച്ചു കീറിക്കളഞ്ഞു. കരടി വന്നു, അതിനെ ഞാൻ പറിച്ചു കീറിക്കളഞ്ഞു. അതെ, എന്നെ പരിപാലിച്ച ഒരു ദൈവം, എന്നെ വിടുവിച്ച ഒരു ദൈവം, ആ ദൈവം ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കവും ഇസ്രായേലിന്റെ ഏക സത്യ ദൈവമായ ഇസ്രായേലിന്റെ പരിശുദ്ധനെയും നിന്ദിച്ചു വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ തകർക്കുവാൻ ആ ദൈവം എന്നോട് കൂടെയുണ്ട്. അതെ, ദാവീദ് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല ഈ വിടുതലിന്റെ വലിയ ജൈത്രയാത്ര. ദാവീദിനറിയാം സ്വർഗത്തിലെ ദൈവം തന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കാട്ടെ. 2025 10-ാം ദിനത്തിലോട്ട് നാം പ്രവേശിച്ചപ്പോൾ നാം പിന്നിട്ട നാൾ വഴികളിൽ തമ്പുരാന്റെ കൃപ, കരുതൽ, നമ്മുടെ കണ്ണുനീര് കണ്ട് മാറി നിൽക്കാത്ത ദൈവം നമ്മെ വിടുവിച്ചു, നമ്മെ പരിപാലിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു. അവരുടെ പലവിധ വിഷമസന്ധികളിൽ ആരെങ്ങനെ സഹായിക്കുമെന്ന് കരുതിയപ്പോൾ തമ്പുരാന്റെ കൃപ അനേകരിൽ കൂടെ അവരെ കരുതുവാനായി ഒരുക്കി. ആ ദൈവം നിശ്ചയമായും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇന്നിന്റെ വിഷയങ്ങളിൽ ഒരു വിടുതലായി പറന്നിറങ്ങുവാൻ മതിയായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഈ സ്തുത്യനായ ദൈവത്തിങ്കൽ ഞാനും നിങ്ങളും നമ്മുടെ വിഷയങ്ങൾ പകരുക. നിശ്ചയമായും നമുക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ ചെയ്യും, വിടുതൽ അയക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ ഭാരത്തോടും നിരാശയോടും സംശയദൃഷ്ടിയോടും ദൈവസന്നിധിയിൽ ഇരിക്കരുത്. വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്കൽ പരിപൂർണമായി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. കുഞ്ഞുങ്ങളുടേതായി, കുടുംബത്തിൻ്റെതായി, കുടുംബജീവിതത്തിൻ്റെതായി, സാമ്പത്തിക ബാധ്യതയുടേതായി, അതെ, ബാങ്ക്രപ്റ്റിന്റെ മുമ്പിലും നിയമങ്ങളുടെ വലിയ കുരുക്കുകളുടെ മുമ്പിലും വിദേശയാത്രയുടെ പലവിധ തടസ്സങ്ങളുടെ മുമ്പിലും കടബാധ്യതയുടെ മുമ്പിലും ആരോഗ്യ പ്രയാസത്തിന്റെ മുമ്പിലും എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹകാര്യം, അവരുടെ പഠനം, ആരംഭിച്ച ഭവനത്തിന്റെ പണി എന്നിത്യാദിയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഭാരങ്ങളുമായി ഇന്ന് വേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? ദൈവമക്കളെ, തമ്പുരാനോട് ഇറക്കി വെക്ക്. നിശ്ചയമായും ദൈവം നാം കാണാത്ത മേഖലയിൽ കൂടെ പുതുവഴി തുറന്ന് നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരുവാൻ, അതിന്മേൽ നീക്കുപോക്ക് തരുവാൻ ദൈവം മതിയായവനും വിശ്വസ്തനുമാ. ദാവീദ് പറഞ്ഞതുപോലെ
നമുക്കും ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. തമ്പുരാനോട് പറയാം. മനുഷ്യനോട് പറയുന്നതും ദൈവദാസന്മാരോട് പറഞ്ഞു ഓടുന്നതും നമുക്ക് അവസാനിപ്പിക്കാം. നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഈ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് അടുത്തു ചെല്ലാം. നിശ്ചയമായും നമ്മുടെ അടുക്കലേക്ക് വന്ന് മകനെ മകളെ എന്ന് വിളിച്ച് നമ്മുടെ വിഷമസന്ധിയില് ഒരു പുതുവഴി തുറക്കുവാൻ, വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ദൈവം മതിയായവനും വിശ്വസ്തനുമാ. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ ശ്രോതാക്കളായ നിങ്ങളെയും നിങ്ങളുടെ വിഷയങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും സ്വീകരിച്ച് അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും പുതുവഴി തുറക്കട്ടെ. അതിന് നമ്മെ തന്നെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പുതുവർഷത്തിന്റെ 10-ാം ദിനം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ ഒരു നീണ്ട നിരയുണ്ട്. എന്നാൽ അവയിലെല്ലാം തമ്പുരാൻ വിജയം കൊടുത്തപ്പോൾ ദൈവത്തിന് പാടിയ ഗീതത്തിന്റെ വാക്യം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. തന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ സ്തുത്യനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ തമ്പുരാൻ അതിന്മേൽ വിജയം കൊടുത്ത ആ വലിയ വിജയഗാഥ അപ്പാ ഇന്ന് ഞങ്ങളും ജീവിതത്തിൽ പാലിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദനയുടെയും നിരാശയുടെയും സങ്കടത്തിന്റെയും മധ്യേ ദാവീദ് ചെയ്തതുപോലെ അങ്ങയിൽ മാത്രം ശരണപ്പെടുവാൻ, അങ്ങയോട് മാത്രം ചേർന്നിരിക്കുവാൻ, അങ്ങയിൽ കൂടെ മാത്രം വിടുതൽ കണ്ടെത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ദൈവജനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന, നമ്മെ സ്നേഹിക്കുന്ന ആ തമ്പുരാനിലേക്ക് ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കാം. ഒരു കുറുക്കു വഴിയും ഒരു മറുവഴിയും ഒരു മാധ്യസ്ഥവുമില്ലാതെ കേൾക്കുകയും സ്വീകരിക്കുകയും വിടുതൽ തരികയും ചെയ്യുന്ന ഈ സ്വർഗീയ പിതാവ് ഇന്ന് പകൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ വിടുതലും വിജയവും നൽകി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.